ഷുഹൈബ് വധക്കേസിൽ അസാധാരണ നടപടി. മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്ത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ആകാശ് തില്ലങ്കരി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യമാണ് കോടതി റദ്ദാക്കിയത്. പ്രതികളെ കോടതി നിർദ്ദേശപ്രകാരം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കുന്നത്. അർജുൻ കല്യാട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ ഈ കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, മറ്റു കോടതിയിലേക്ക് മാറ്റണം. അപ്പോൾ കോടതിയുടെ ഒരു മാസ് മറുപടി, വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തന്ന ജാമ്യം കൂടി ഇങ്ങ് തിരിച്ചെടുക്കുന്നു, റിമാൻഡിലേക്ക് പോയിക്കോളൂ, അങ്ങനെയല്ലേ? ഷിഹാസ്, തീർച്ചയായിട്ടും ഈ കേസിലെ 17 പ്രതികൾക്കും കനത്ത തിരിച്ചടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ നടപടിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. അസാധാരണമായിട്ടുള്ള നടപടി തന്നെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കോടതിയുടെ നടപടികളുടെ ഭാഗമായി മെയ് 18-ാം തീയതി മുതൽ ഇതിൻ്റെ സാക്ഷി വിസ്താരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിചാരണ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒന്നാമത്തെ സാക്ഷിയെ വിസ്തരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം പറയുന്ന മൊഴികളെല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കണം. സാധാരണ രീതിയിൽ ജഡ്ജ് എന്താണോ പ്രധാനപ്പെട്ട പോയിന്റായി ഈ ക്രോസ് വിസ്താരത്തിനുള്ളിൽ വരുന്നത് അതുമാത്രമാണ് രേഖപ്പെടുത്താറുള്ളത്. പക്ഷേ അങ്ങനെ പോരാ, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ആ കാര്യം കോടതി തള്ളി. പിന്നീട് രണ്ടാമത്തെ സാക്ഷിയെയും മൂന്നാമത്തെ സാക്ഷിയെയും ക്രോസ് വിസ്താരം നടക്കുന്നതിനിടയിലാണ് ഈ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഈ കോടതിയിൽ നിന്നും കേസിൻ്റെ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യമായി മുന്നോട്ട് പ്രതിഭാഗം അഭിഭാഷകർ വരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പ്രതികളുടെ ആകാശ് തില്ലങ്കേരിയും ദീപ് ചന്ദും ഉൾപ്പെടെയുള്ള 17 പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഈ പ്രതികളെ റിമാൻഡ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുന്നത്. എന്തായാലും വളരെ അസാധാരണമായ നടപടിയാണ് എന്നുള്ളതാണ് പല അഭിഭാഷകരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ കോടതിയുടെ നടപടികളുടെ ഭാഗമായി CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കൾ അങ്ങനെ ഈ കോടതി നടപടിയുടെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു. അതായത് CPM ഒരു ഭാഗത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഈ കേസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഈ കേസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികൾക്ക് എല്ലാവിധ സംരക്ഷണവും CPM-ന്റെ നേതാക്കൾ ഒരുക്കി നൽകുകയാണ് എന്നുള്ള ആരോപണം ഈ നേതാക്കളെല്ലാം കോടതിയിൽ എത്തിയതോടുകൂടി ബലപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ക്രിമിനലുകൾക്ക് ഇപ്പോഴും CPIM ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും സമാനമായ രീതിയിലുള്ള ആരോപണം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതിഭാഗം പറയുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു പ്രതികാര നടപടിയാണ്. അതായത് കോടതിയിൽ നിന്നും വിചാരണ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പ്രതികാരത്തിലാണ് ജഡ്ജ് റൂബി കെ ജോസ് ഇത്തരമൊരു അസാധാരണമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. എന്തായാലും ഈ പറയുന്ന വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും തുടർന്ന് അങ്ങോട്ടേക്ക് കോടതി സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന നിലപാട്, ഹൈക്കോടതി ഉൾപ്പെടെ പ്രതിഭാഗം സമീപിക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുകയാണ്. ഷുഹൈബ്, ശരി അർജുൻ, അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഹൃദയത്തിൽ വീണ വലിയൊരു മുറിപ്പാടാണ് ഷുഹൈബ്. ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഷുഹൈബിനെ കൊന്ന കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആദ്യം മുതൽ ഈ നിമിഷം വരെ ഇന്നുവരെ CPM പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതികൾക്ക് കടുത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു, ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു.